ഒരു കുടിശ്ശിക പോലും ഇല്ല. 120 രൂപ അധികം അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ വന്ന കണക്കുകൾ അത് നമുക്കറിയാമല്ലോ. അന്നൊക്കെ മാധ്യമങ്ങളുടെ നേർക്കാണ് വിരൽ ചൂണ്ടപ്പെട്ടത് മാധ്യമങ്ങൾ. അപ്പോൾ ഈ വാർത്ത ശരിവെച്ചുകൊണ്ട് ഇതാ രാജ്യസഭയിൽ കേന്ദ്രമന്ത്രി ഔദ്യോഗിക പ്ലാറ്റ്ഫോമിൽ മറുപടി നൽകുമ്പോൾ അത് ഏത് വർഷത്തെ നീക്കിയിരിപ്പ് സംബന്ധിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വിഷയം ഉന്നയിച്ച MP സന്തോഷ് കുമാർ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്ന് പറയുമ്പോൾ എന്ത് പൊരുത്തക്കേടാണ് അദ്ദേഹവും ചൂണ്ടിക്കാട്ടുന്നത്? വിവരങ്ങൾ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിന് ഇനി ദേശീയ ആരോഗ്യ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണമൊന്നും നൽകാനില്ല, കുടിശ്ശികയെല്ലാം കൊടുത്തു തീർത്തു എന്നാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളം ചില സർട്ടിഫിക്കറ്റുകൾ, ഈ പണം ചിലവഴിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റുകൾ നൽകാനുണ്ട് എന്ന് മന്ത്രി പറയുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച ഒരു യോഗം ദേശീയ ആരോഗ്യ മിഷനുമായി ബന്ധപ്പെട്ട് ചേർന്നിരുന്നു. ആ യോഗത്തിൽ ആശാവർക്കർമാരുടെ പ്രവർത്തനം സംബന്ധിച്ച വിലയിരുത്തലുണ്ടായി. ആശാവർക്കർമാർക്ക് കൂടുതൽ ധനസഹായം നൽകുന്നത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് പോയിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും നിലയിൽ ഈ പദ്ധതി ആരംഭിച്ചത് മുതൽ ഇന്ന് വരെ ഒരേ ഇൻസെൻറ്റീവാണ് കേന്ദ്ര സർക്കാർ ആശമാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനമുണ്ടോ, അതല്ല കൂടുതൽ പണം അനുവദിക്കുമോ തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ വ്യക്തമായൊരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അദ്ദേഹം പറയുന്ന കാര്യം കേരളത്തിന് ഇനി ഫണ്ടൊന്നും നൽകാനില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ആശമാരുടെ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF MPമാർ ഇന്നലെ അവർ സജീവമായ വിഷയം സഭയിൽ ഉന്നയിച്ചിരുന്നു. ഇന്ന് രാവിലെ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ശരി, അനുദാസാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ഒന്നും സംഭവിക്കുന്നേയില്ല. കണക്കേടിൽ പരസ്പരമുള്ള പഴിചാരൽ മാത്രമാണിത് സഭയുടെ അതായത് ഫ്ലോറിലേക്ക് പോലും എത്തുമ്പോൾ ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷാവ് പ്രസാദ് BJP സഹയാത്രികൻ, റെജി ലൂക്കോസ് ഇടത് സഹയാത്രികനൊപ്പം MP പ്രഭാവതി ആശാ ഫെഡറേഷൻ CATUവിൻ്റെ പ്രതിനിധിയുണ്ട്. ആശാ വർക്കർമാരുടെ ഭാഗത്തു നിന്നും MA ബിന്ദു കൂടി നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ ഷാബു പ്രസാദ്, ഇപ്പോൾ ഇതാ കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിയാണ് വരുന്നത്. ഒരു കുടിശ്ശിക പോലും നൽകാൻ ഇല്ല എന്ന് പറയുന്നു. അതേസമയം 500 കോടിയിലധികം രൂപ കുടിശ്ശിക നൽകാനുണ്ട് എന്ന് കേരളത്തിൻ്റെ വാദം കൂടി വരികയാണ്. അപ്പോൾ ആര് പറയുന്നതാണ് ശരി? പരസ്പരം പഴിചാരൽ മാത്രമാണോ ശ്രീ ഷാവ് പ്രസാദ് ഉണ്ടാകുന്നത് ഈ വിഷയത്തിൽ? ഹലോ ഷാവ് പ്രസാദ്. ഹലോ, യെസ്, എന്നോടാണോ? അതെ എന്നോടാണോ? അതെ അതെ. അത് എന്തായാലും കേന്ദ്രമന്ത്രി പാർലമെൻറ്റിലാണിത് പറഞ്ഞത്. പാർലമെൻറ്റിൽ ഒരു കേന്ദ്രമന്ത്രിക്ക് നുണ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത്രയും ദിവസം ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കാത്തതുകൊണ്ടാണ്, കേന്ദ്രവിഹിതം കിട്ടാത്തത് കൊണ്ടാണ് എന്നാൽ സർക്കാർ പറഞ്ഞത് ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവൻ നുണയാണ് എന്നിപ്പോൾ മനസ്സിലായല്ലോ. ഇനി അഥവാ കേന്ദ്രമന്ത്രി പറഞ്ഞതിൻ്റെ അകത്ത് പൊരുത്തക്കേടുകളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം. പാർലമെന്റിൽ നിന്നും സർക്കാരിന് നുണ പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമെന്നാണ് MP ആയ സന്തോഷ് കുമാർ പറയുന്നത്. കൊടുക്കട്ടെ തീർച്ചയായിട്ടും അവർ കൊടുക്കണം, നോട്ടീസ് കൊടുക്കണം. അവകാശ ലംഘനത്തിന് പ്രിവിലേജ് മോഷന് ഇത് കൊടുക്കണം. കൊടുത്തിട്ട് എന്താണ് സർക്കാർ പറയുന്നതെന്ന് കേൾക്കട്ടെ. ഇതിപ്പോൾ അതുകൊണ്ടൊന്നുമല്ല. ഇപ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇവരുടെ മുഴുവൻ വാദങ്ങളും പൊളിഞ്ഞു. ഒന്നും പറയാനില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് 2 ദിവസത്തേക്ക് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇത് പേടിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്ന കാര്യമാണിത്. ഇവർ നോട്ടീസും കൊടുക്കാൻ പോകുന്നില്ല, ഒന്നും ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾ നോക്കിക്കോളൂ. പക്ഷേ ശ്രീ ഷാവ് പ്രസാദ്, ഈ കോബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മാനദണ്ഡം പാലിക്കണമെന്ന് പറഞ്ഞു. കേരളം അതിനെ വഴങ്ങിയില്ല. അപ്പോൾ ആ ഫണ്ട് ലാപ്സ് ആവുന്നു. അപ്പോൾ സാങ്കേതികമായി നോക്കുമ്പോൾ അത് കേരളത്തിനും കൂടി അവകാശപ്പെട്ടതല്ലേ, അത് കിട്ടേണ്ടതല്ലേ? അല്ലെന്ന് ഒരു കാര്യമുണ്ട്. ഇത് പ്രജിഷ, ഇത് പബ്ലിക് മണിയാണ്, ജനങ്ങളുടെ പണമാണത്. അത് ചെലവഴിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, അതിന് ചെലവഴിക്കുന്നതിന് ചില രീതികളുണ്ട്. അതനുസരിച്ചില്ലെങ്കിൽ ഇപ്പം ഈ മുഴുവൻ 1 രൂപ പോലും കുടിശ്ശിക ഇനി കൊടുക്കാനില്ല എന്ന് പറയുമ്പോഴും വേറൊന്നുകൂടി അദ്ദേഹം JP നദ്ദ പറഞ്ഞിട്ടുണ്ടല്ലോ, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഇതുവരെ കേരളം കൊടുത്തിട്ടില്ല, ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് കൊടുത്തിട്ടില്ല. ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് എന്തൊരു നിരുത്തരവാദിത്വപരമാണ് ഇതൊക്കെ. എത്ര ഇറസ്പോൺസിബിളാണ് ഇവർ. എന്നിട്ട് എല്ലാം കേന്ദ്രം തന്നില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കടന്ന് കരയുകയാണോ? എന്തായാലും ഇപ്പോൾ പാർലമെൻറ്റ് സെഷൻ നടക്കുന്നത് വളരെ നന്നായി.
ആ പാർലമെൻറ്റ് സെഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ പാർലമെൻറ്റിൽ തന്നെ ചോദിക്കാൻ കഴിയും, സർക്കാരിന് പറയാനുള്ളത് കേൾക്കാൻ കഴിയും, സർക്കാരിന് അവിടെ ഒന്നും മറച്ചു വെക്കാൻ പറ്റില്ല, അവിടെ കള്ളം പറയാൻ പറ്റില്ല, തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ഇനി അഥവാ തെറ്റിദ്ധരിപ്പിച്ചു അല്ലെങ്കിൽ നുണ പറഞ്ഞു എന്നാണ് പറയുന്നതെങ്കിൽ അവർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാം. ഏപ്രിൽ 4 വരെയുണ്ട് പാർലമെൻറ്റ്, ഇഷ്ടം പോലെ സമയമുണ്ട് മുമ്പിൽ, അവരത് ചെയ്യട്ടെ. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീമതി എം എ ബിന്ദു, നിങ്ങൾ നടത്തുന്ന ഐതിഹാസികമായ ഒരു സമരം അത് 30-ാം നാളിലേക്ക് എത്തുമ്പോൾ എന്തോ വലിയ സ്ഫോടനാത്മകമായിട്ട് അല്ലെങ്കിൽ വിപ്ലവകരമായ രീതിയിൽ സംഭവിക്കുന്നു എന്ന രീതിയിൽ ആദ്യം ഈ സഭയിൽ നിന്നുള്ള വാർത്തകൾ വന്നു. പക്ഷേ അത് പരിശോധിക്കുമ്പോൾ എന്താണ്, അവിടെയും കേന്ദ്ര സർക്കാർ 120 കോടി രൂപ അധികം നൽകിയിട്ടുണ്ട് എന്ന നിലപാട് കേന്ദ്രമന്ത്രി തന്നെ പറയുകയാണ്, JP നഡ്ഡ നേരിട്ട് പറയുകയാണ്. അപ്പോൾ എന്താണ്, പരസ്പരം പഴിചാരൽ മാത്രമേ നടക്കുന്നു. കേരളവും ഇപ്പോൾ അടുത്ത രീതിയിൽ അവരുടെ കണക്ക് പുറത്തുവിടും. അപ്പോൾ ഇന്ന് തട്ടിക്കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ നിമിഷവും നിങ്ങൾക്ക് ഒരർത്ഥത്തിൽ പോലും ഒരു നീതിയും ഉണ്ടാകുന്നില്ല. ഈ 30-ാം നാളും നിങ്ങളെ കരുവാക്കി രാഷ്ട്രീയമായിട്ട് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങളല്ലാതെ മറ്റെന്തെങ്കിലും നടത്തുന്നുണ്ടോ ശ്രീമതി എം എ ബിന്ദു? ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള കണക്കിൽ ഞങ്ങൾ ആശാവർക്കർമാർക്ക് ഒരു ഇടപാടുമില്ല. അതവർ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് അത് സെറ്റിൽമെൻറ്റ് നടത്തട്ടെ. നമ്മളിവിടെ ഉന്നയിച്ചിട്ടുള്ള ജെനുവിനായിട്ടുള്ള ഡിമാൻഡുകളുണ്ട്. ആശാവർക്കർമാരുടെ ജീവിതത്തെ സംബന്ധിച്ച് വളരെ ബേസിക്കായിട്ടുള്ള ആവശ്യങ്ങളാണത്. അത് അംഗീകരിച്ച് തരിക എന്നുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പോഴും റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. ഞങ്ങൾ വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കുന്നത് വരെ അതിശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. എന്തായാലും കേരളത്തിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലല്ല സമരം നടത്തേണ്ടത് എന്ന് ഞങ്ങളെ പറഞ്ഞ് പരിഹസിക്കുകയായിരുന്നു. എന്തായാലും കേരളത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയാലും ദേശീയ തലത്തിൽ 10 ലക്ഷത്തോളം ആശാമാരുടെ ജീവിതം സമൂഹ മധ്യത്തിലെത്തിക്കാനും ദേശീയ തലത്തിൽ അത് ചർച്ചയാക്കാനും പാർലമെന്റിൽ ഈ വിഷയങ്ങൾ കീടങ്ങളായ നിങ്ങൾ CITU നേതാവ് പറയുന്നതനുസരിച്ചാണെങ്കിൽ കീടങ്ങളായ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഇന്ത്യൻ പാർലമെന്റിൽ അടക്കം ആ മന്ത്രിക്ക് മറുപടി പറയേണ്ടി വന്നു. അത് ശരിയാണോ ഇനി വരും ദിവസങ്ങളിൽ ഇനി അതിൽ എത്രത്തോളം ആത്മാർത്ഥം ഉണ്ടെന്ന് അറിയാൻ കഴിയില്ല. എങ്കിലും അക്കാര്യത്തിലൊക്കെ ഒരു പരിശോധന ഉണ്ടാകും. നാഷണൽ ഹെൽത്ത് മിഷൻ്റെയൊക്കെ യോഗം കഴിഞ്ഞ ചേർന്ന് എന്ന തരത്തിലൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നിങ്ങൾ നടത്തുന്ന അതീക്ഷ്ണമായ സമരത്തിൻ്റെ ഇമ്പാക്റ്റ് ആണ്, അല്ലേ ബിന്ദു? തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഞങ്ങൾ വളരെ അഭിമാനത്തോടെയാണ് ഈ 30-ാമത്തെ ദിവസവും ഇവിടെ ഈ ചുട്ടുപഴുത്ത വെയിലത്തിരിക്കുന്നത്. കാരണം കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ എമ്പാടും അന്തർദേശീയ തലത്തിൽ ഒരു തൊഴിലാളി സമരം ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് ഈ സമരം വളർത്തിയെടുക്കാനും നിലനിർത്താനും ഡിമാൻഡ് നേടിയെടുക്കുന്നവരെ അടിയുറച്ചു നിൽക്കാൻ ഒരു ചാഞ്ചല്യവുമില്ലാതെ എന്ത് പ്രതിബന്ധങ്ങളെയും എന്ത് ആക്ഷേപിക്കലുകളെയും പരിഹസിക്കലുകളെയും എന്ത് ഭീഷണികളെയും നേരിട്ടുകൊണ്ട് നിൽക്കാൻ കഴിയും എന്ന് ഈ സമൂഹത്തിന് ഒരു തൊഴിലാളി സമൂഹം, സ്ത്രീ സമൂഹം കാണിച്ചു കൊടുക്കുകയാണ്. അതിൽ ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട്. ഇനിയും കുറച്ച് നാളുകൂടി കഷ്ടപ്പെടേണ്ടി വന്നാലും ഞങ്ങളത് സഹിക്കാൻ തയ്യാറാണ്. നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡ് നേടിയെടുത്തല്ലാതെ നമ്മൾ ഈ സമരഭൂമിയിൽ നിന്നും പിന്മാറില്ല. തീർച്ചയായും അതാണ്. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഈ സമരം 30-ാം ദിവസം എത്തിയിട്ട് കൂടി ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആ സെക്രട്ടറിയുടെ പടിക്കലിരിക്കുന്ന ആളുകളെ മുന്നിലൂടെ പോലീസിൻ്റെ അകമ്പടിയോടെ പോകുന്ന മന്ത്രിമാരോ രാഷ്ട്രീയ നേതാക്കളോ ഒന്നും തയ്യാറാകുന്നില്ല. എന്തൊരു കഷ്ടമാണ്. നോവിൻ്റെ 30-ാം നാളിലാണ് ആ പാവപ്പെട്ട നമ്മുടെ അമ്മമാരും സഹോദരിമാരും അങ്ങനെ ഇഞ്ചോടിഞ്ച് വേദന തിന്ന് ആ വെയിലത്തും പെരുമഴയത്തും കഴിയുന്നത്. അപ്പോൾ കരുണയുണ്ടാകുന്നില്ല. കണക്കുകൾ നിരത്തിയുള്ള പരസ്പരം വിഴുപ്പലക്കൽ മാത്രം. റെജി ലൂക്കോസേ. അല്ല പ്രജീഷ്, കേന്ദ്ര സർക്കാർ അതിക്രൂരമായ രീതിയിൽ ഈ ആശാവർക്കർമാരോട് പെരുമാറുന്നതിനെതിരെ ഒരു അക്ഷരം പോലും ഉണ്ടാതെ കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന കേരള സർക്കാരിനെതിരെ നടത്തുന്ന സമരത്തിന്റെ പേരിലുള്ള വൈരുദ്ധ്യം മാത്രമേ ഇതിനകത്ത് ചോദ്യം ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് അവരുടെ ആർക്കും സഹതാപകർക്കൊന്നുമില്ല. ഇന്നിപ്പം ബഹുമാനപ്പെട്ട മന്ത്രി KP നദ്ദ രാജ്യസഭയിൽ ഒരു ചോദ്യത്തിന് മറുപടിയായി കൊടുത്ത് പച്ച നുണയാ. അതിനൊരു കാരണം പറയാം. അതായത് അടിയന്തര പ്രമേയത്തിന് മറുപടിയായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടിയ രേഖ അനുസരിച്ച് ആ രേഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിന് മറുപടി കൊടുത്തു. കേന്ദ്ര സർക്കാരിന്റെ ഈ കാര്യത്തിൽ ശക്തമായി പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രതിനിധികൾ ഒറ്റയാൾ പോലും അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയില്ല. കാരണം അത് രേഖാമൂലമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് പ്രതിനിധികളില്ലാത്ത BJP അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ല? അപ്പോൾ നദ്ദയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ വിഹിതം നൽകുന്നതിൽ നുണ അവതരിപ്പിച്ചിട്ടുണ്ട്. 120 കോടി രൂപ അധികമായി നൽകിയെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? മാധ്യമങ്ങൾ ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങൾ വാർത്ത മെനയുന്നു എന്നാണ്. ഇപ്പോൾ ഇതാ ഈ ആരോഗ്യമന്ത്രി സഭയിലെത്തി പറയുകയാണ്. അപ്പോൾ മറിച്ച് നിങ്ങൾക്കുള്ള കണക്ക് സംബന്ധിച്ച് എന്താണ്? അങ്ങേയറ്റം പോകാം.
അങ്ങേയറ്റം സർക്കാരിന് പോകാം, സർക്കാരിന് ഒരു പൊരുത്തക്കേടുമില്ലാതെ കണക്കുകൾ ഞങ്ങൾക്ക് നിരത്തി കണക്കുകൾ ഇതാണ്, സ്പഷ്ടമായ കണക്കിതാണ് എന്ന രീതിയിൽ അവതരിപ്പിക്കാം. ഇവരെ വിശ്വാസത്തിലെടുക്കാം, ഈ ആശാ വർക്കർമാരെ അവരെ കൂടി വിശ്വാസത്തിലെടുക്കാം, ബോധ്യപ്പെടുത്താം. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ എവിടെയൊക്കെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, അവരോട് അതിന്റെ വസ്തുതകൾ കൂടുതലും ബഹുമാനപ്പെട്ട വീണ വിജയൻ ഈ സമരം തുടങ്ങിയ 2 ദിവസത്തിനുള്ളിൽ തന്നെ അവരെ വിളിച്ചു വരുത്തിയ കാര്യങ്ങളെല്ലാം വസ്തുതാപരമായിട്ട് സംസാരിച്ചു. ഈ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജനത്തിന് മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചോളം ആദ്യമല്ല, കാരണം പ്രളയകാലത്ത് കേരളത്തിന് നൽകിയ സഹായങ്ങൾ ഇത്ര രൂപയെന്ന് പറഞ്ഞ് നുണ പറഞ്ഞു. അവസാനം അത് ലോക്സഭയിൽ അവതരിപ്പിച്ച സർക്കാർ കണക്കുകൾ നിരത്തിയപ്പോഴത്തേക്കും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ വരെ അത് സമ്മതിക്കണം എന്നൊരു അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. ഇതൊക്കെ സത്യമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് കേരള സർക്കാരിനെ അധിക്ഷേപിക്കുന്നതിൽ തങ്ങൾ കൊടുക്കാത്ത പണം കൊടുത്തു എന്നും പറയുന്നത് 3 അനുഭവങ്ങൾ പിന്നെ പാർലമെന്റിലുണ്ടായിട്ടുണ്ട്. എന്തിനധികം സുപ്രീം കോടതിയിൽ കേസുമായി കേരള സർക്കാർ പോയപ്പോൾ കേന്ദ്ര സർക്കാരിന് ഒടുവിൽ സമ്മതിക്കുന്നുണ്ട്. നമുക്ക് അതറിയാമല്ലോ, അങ്ങനെയാണല്ലോ ചെറിയൊരു എമൗണ്ട് തന്നെ അവിടെ റിലീസ് ചെയ്യാനായിട്ട് തയ്യാറായത്. അപ്പൊ ഇതെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഇന്നിപ്പോ അവകാശ ലംഘനത്തിന് അല്ല, മാത്രമല്ല ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ശ്രീ റെജി ലൂക്കോസ്, നിങ്ങൾ ഈ കാണുന്ന ഈ സമരത്തെ അങ്ങേയറ്റത്തെ വെറുപ്പോടുകൂടി സമീപിക്കുമ്പോൾ ഈ പാവപ്പെട്ടവിടുത്തെ സഹോദരിമാർ മഴയത്തും വെയിലത്തും നടത്തുന്ന സമരത്തിന്റെ കൂടി ഭാഗമാണെന്ന സഭയിൽ മന്ത്രിക്ക് മറുപടി നൽകേണ്ടി വരുന്നത്, അതിന്റെ വൈരുദ്ധ്യമുണ്ടോ വൈരുദ്ധ്യമില്ലായ്മയൊക്കെ വേറൊരു രീതിയിൽ ചർച്ച ചെയ്യുകയും അതിന്റെ വസ്തുതകൾ പുറത്തേക്ക് വരികയും ചെയ്യണം. പക്ഷേ ആ ഒരു നിലയിലേക്ക് അവരുടെ സമരത്തിന്റെ ആ പ്രോഡക്റ്റാണ്, റിസൾട്ടാണത്. അതാണ് നിങ്ങൾ പറഞ്ഞ കീടങ്ങൾ നടത്തുന്ന ഈ സമരത്തിന്റെ റിസൾട്ടാണത്, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ. അല്ല പ്രതീക്ഷ, നിങ്ങൾ വസ്തുതകൾ മറച്ചു വെച്ച് സംസാരിക്കരുത്. ഞാൻ അവരുടെ സമരത്തെയോ അവരെ വ്യക്തിപരമായിട്ടോ അല്ലെങ്കിലോ അവരെ ആക്ഷേപിക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു ചർച്ചയിൽ അത് എടുത്തിട്ടുണ്ട്. കാരണം അവരോട് നമുക്ക് എന്താ പറയുക, ഒരു കൈത്താങ്ങ് നൽകുന്ന ഒരു വിഭാഗം ഈ രാജ്യത്ത് വേറെയില്ല. പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനത്ത് അവരുടെ എന്താ പറയാ, അവരുടെ സ്നേഹസ്പർശങ്ങൾ ഏക്കാത്തൊരു വീട് പോലുമില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യയിലെ 7 സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. തുടർച്ചയായിട്ട് ഇവരുടെ ഇൻസെന്റീവ് കേന്ദ്ര സർക്കാർ ഉയർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും കാതുകളിൽ ഈ മാസങ്ങളായിട്ട് ആ ശബ്ദം ചെയ്തിട്ടുണ്ടോ? തന്നെയുമല്ല, ഉത്തർപ്രദേശ് സർക്കാർ കൊടുക്കുന്ന കേവലം 1750 രൂപ, ഗുജറാത്ത് സർക്കാർ 2000 രൂപ, ഹരിയാന സർക്കാർ കൊടുക്കുന്ന 2200 രൂപ. നിങ്ങളത് മനസ്സിലാക്കണം. എന്നാൽ കേരള സർക്കാർ കൊടുക്കുന്ന 7000 രൂപയാണ്. 1000 രൂപയിൽ നിന്നാണ് 2016 അധികാരം ഏൽക്കുമ്പോൾ ഇത് 7 തവണയായിട്ട് 7000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു. 7000 രൂപ കിട്ടുന്നുണ്ട്. ഇൻസെന്റീവ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അവർക്കൊരു 13000 രൂപ. പിന്നെ അവരുടെ ഒരു ഡിമാൻഡിനെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമില്ല, 21000 രൂപയായിട്ട് അവർക്ക് കിട്ടുന്ന പണം വർദ്ധിപ്പിക്കണം എന്ന് പറയുന്നത് തികച്ചും ന്യായമായ ഒരു സംശയമില്ല. അതിനെയൊക്കെ എതിർക്കുന്നവരെ മനുഷ്യന്റെ പക്ഷത്ത് കൂടാൻ പറ്റില്ല. പക്ഷേ അവർ ഈ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നടത്തുന്ന ഇതേ ജോലി ചെയ്യുന്ന സമരത്തോടൊപ്പം അവർ ചേർന്ന് നിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഞാൻ മടങ്ങിയെത്താം അങ്ങയിലേക്ക്. എം പി പ്രഭാവതി, ആശാ ഫെഡറേഷൻ CATUവിന്റെ പ്രതിനിധിയാണ്. എം പി പ്രഭാവതി, ഇപ്പോൾ ഇതാ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തുന്ന സമരത്തിന്റെ ഈ കുറച്ചുപേർ പാവങ്ങൾ അവിടെ നടത്തുന്ന സമരത്തിന്റെ ഫലമാണിപ്പോൾ സഭയിലടക്കം ഈ വിഷയം UDF ആയാലും അടക്കം ഉന്നയിക്കുന്നു. കേന്ദ്രമന്ത്രിക്ക് മറുപടി നൽകേണ്ടി വരുന്നു, ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്നു ഈ വിഷയം. പക്ഷേ ഇവിടെ എന്താണ്, മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് ആ സമരത്തോട്. നിങ്ങളുമടക്കമുള്ളവർ ഒരു പിന്തുണയും നൽകാതെ പാവപ്പെട്ട കുറച്ച് ആളുകളെ മാത്രം അവിടെ തമ്പടിച്ച് അവരെ ഏതൊക്കെ അർത്ഥത്തിൽ ദ്രോഹിക്കാമോ, അവരുടെ സമരത്തെ ഇല്ലാതാക്കാമോ, പെരുവയിലത്ത് മനുഷ്യത്വ പോലുമില്ലാതെ കുറച്ച് പോലീസുകാരെ വിട്ട് ഇവരെ വിരട്ടുന്നു. വേണമെങ്കിൽ ഇവരങ്ങ് പൊയ്ക്കോളും. ആ മഴയത്ത് ആ ടാർപോളിനടക്കം അവിടെ നിന്ന് വലിച്ച് നീക്കുന്നു. മനുഷ്യത്വം ലെവലേശമില്ലാത്ത രീതിയിൽ ഈ സമരത്തെ തള്ളിപ്പറയുന്നു. അതിൻ്റെ 30ാം നാളാണ് ഈ ഐതിഹാസിക സമരം എത്തി നിൽക്കുന്നത്. എം പി പ്രഭാവതി, എന്താണ് ഇന്നത്തെ ഈ ചർച്ചകളെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ആശാ വർക്കർമാരുടെ സമര പോരാട്ടങ്ങൾ CATU നേതൃത്വത്തിൽ 2010 മുതൽ ആരംഭിച്ചതാണ്. അത് ഈ സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ മാത്രമല്ല, പാർലമെൻറ്റ് മുതൽ ഈ കഴിഞ്ഞ 2024 നവംബറിൽ നമ്മൾ പാർലമെൻറ്റ് മുമ്പിൽ സമരം നടത്തിയിരുന്നു. എല്ലാ വർഷവും നടത്താറുണ്ട്. പക്ഷേ വേണ്ടത്ര രീതിയിൽ മാധ്യമങ്ങൾ ഈ വാർത്തയെ നമ്മൾ കൊണ്ടുവരാറില്ല. അതിൻ്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഒരുപക്ഷെ ഞാനിവിടെ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, സുഹൃത്തുക്കൾക്കെല്ലാം അറിയാമായിരിക്കും. പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇപ്പം നടത്തിയിട്ടുള്ള സമരം, CATU നേതൃത്വത്തിലുള്ള 6-7 തീയതികളിൽ നടത്തിയിട്ടുള്ള സമരം, ആ സമരത്തിൽ മുന്നോട്ട് വച്ചിട്ടുള്ള ആ ഉപാധികൾ ഒട്ടുമിക്ക കാര്യങ്ങളും സർക്കാരുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതേ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് SUCയുടെ നേതൃത്വത്തിൽ ഈ ഒരു സമരം അവിടെ വരുന്നത്. പക്ഷേ SUCയുടെ സമരമാണെന്നുള്ളത് ഈ അടുത്ത കാലത്താണ് ഇത് അറിയുന്നത്. ആശാ ഫൈറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടന അത് വാട്സപ്പ് ഗ്രൂപ്പ് വഴിയാകുകയും അതിൻ്റെ രൂപാന്തരം എങ്ങനെയാണെന്നുള്ളത് ആശാ വർക്കറായി എനിക്ക് നന്നായിട്ടറിയാം. പിന്നീട് വന്ന ഈ സമരം ആരംഭിക്കുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, എം പി പ്രഭാവതി, നിങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചല്ലോ. നിങ്ങൾ ചർച്ച ചെയ്തിട്ട് എന്താണ് ഒരു സെറ്റിൽമെന്റ് ആക്കി അന്ന്
നിങ്ങൾ ഈ സമരത്തിൽ നിന്നും പിൻവാങ്ങാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആശയ സംവാദത്തിൽ നിന്നും പിന്തിരിയാനുള്ള കാരണം എന്താണ്? സംസ്ഥാന സർക്കാരുമായി ആരോഗ്യവകുപ്പ് മുൻകൈ എടുത്ത് ഒരു നീക്കം നടന്നുവല്ലോ, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു? സർക്കാരുമായി നമ്മൾ അതിൻ്റെ സെറ്റിൽമെൻറ്റ് നമ്മൾ ഉണ്ടാക്കിയിരുന്നു. ഉപാധിരഹിത ഓണറേറിയം ശൈലി ആപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആശമാർ നടത്തിവരുന്ന വിവിധ സർവേകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം സംബന്ധിച്ചിട്ടുള്ള മിനിറ്റ്സ് അതോടുകൂടി കാര്യങ്ങൾ തൃപ്തിയായോ? ഇത് കൃത്യമായി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളവർ അതോടുകൂടി കാര്യങ്ങൾ തൃപ്തിയായോ? ഇതിനകത്ത് നമ്മൾ ഉന്നയിച്ചിട്ടുള്ള കാര്യം ഓണറേറിയം വർദ്ധിപ്പിക്കുക, അല്ലെ ജീവനക്കാരായി അംഗീകരിക്കുക 21,000. ഇപ്പോൾ CIT ഉയർത്തുന്നത് 26,000 രൂപ വേതനം വേണമെന്നുള്ളതാണ്. അത് സ്കീം വർക്കറിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ 10 ലക്ഷം തൊഴിലാളികൾ പങ്കെടുക്കുന്നുണ്ട്. തൊഴിലാളി എന്ന് പറയാൻ നമുക്ക് പറയത്തില്ല, വോളണ്ടിയേഴ്സ്, സ്ത്രീകളായിട്ടുള്ള ആളുകൾ 10 ലക്ഷം പേര് പണിയെടുക്കുന്നുണ്ട്. ഇവരെ ആരാണ് ജീവനക്കാരായി അംഗീകരിക്കേണ്ടത്? അതിനകത്ത് മാത്രമാണ് നമുക്കൊരു വ്യത്യാസമുള്ളത്. ബാക്കി ഈ സമരം ചെയ്യുന്ന ആളുകളോട് നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ജീവനക്കാരെ അംഗീകരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, MP പ്രഭാവതി, ഇവിടെ സമരം നടത്തുന്ന SUCI എന്ന് പറയുന്നു, നിങ്ങൾ SUCIക്ക് എന്തേ സമരം നടത്താൻ എന്തോ മറ്റ് വിലക്ക് വല്ലതും രാജ്യത്ത് ഭ്രഷ്ട് കൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ തന്നെ നിങ്ങളുമായി കൈകോർത്ത് നിങ്ങളുടെ ആശയം പ്രചരിപ്പിക്കുന്ന ആളുകളാണ് ഈ പറയുന്ന SUCI സംഘടന. അപ്പോൾ അവരെ കീടങ്ങളെന്ന് പറയുമ്പോഴും അവരാണ് ഇവിടെ സമരം നടത്തുന്നത്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ന്യായം ഒരർത്ഥത്തിലും ഇല്ലെന്നാണോ പറയുന്നത് നിങ്ങൾ? അതാണ് ഞാൻ അവരോട് തന്നെ ചോദിക്കുന്നത്. തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് ആരാണ്? സ്കീം വർക്കേഴ്സിനെ, ആശമാരെ തൊഴിലാളികളായി അംഗീകരിക്കേണ്ടത് ആരാണ്? അവരൊറ്റ ചോദ്യമുള്ളൂ. ഈ കഴിഞ്ഞൊരു ദിവസം ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ആശാ വർക്കറാണെന്നാണ് പരിചയപ്പെടുത്തിയത്. ദൂരദർശനിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞാനത് കേട്ടിരുന്നു. അത് അശ്വമേധം സർവേയായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ 12 ദിവസം കൊണ്ട് എല്ലാ വീടുകളും, ഒരു വാർഡിലെ എല്ലാ വീടുകളും കയറി ഇറങ്ങി ഈ ജോലി ചെയ്യുന്നു. ചോക്ക് കൊണ്ട് എല്ലാ വീടുകളും വരയ്ക്കുന്നു. 1000 രൂപയാണ് പ്രതിഫലം 12 ദിവസത്തേക്ക് എല്ലാ വീടും കവർ ചെയ്യുമ്പോൾ. ഒരു വാർഡ് 400 മുതൽ മുകളിലോട്ടുള്ള ജനസംഖ്യ അല്ല വീടുകളാണുള്ളത്. അതിൽ ഞങ്ങൾക്കൊരു പ്രയാസമേ ഇല്ല. ഈ കൂലിക്ക് ഞങ്ങൾക്ക് ജോലി ചെയ്യാം. കാരണം എന്താണെന്ന് അവർ തന്നെ പറയുന്നു. കഴിഞ്ഞ 16 വർഷക്കാലമായിട്ട് ഞങ്ങൾ പൾസ് പോളിയോ സർവേ ചെയ്യുന്നു. അതെന്താണ്? ഒരു ദിവസം 75 ഇത് രണ്ടും ഞങ്ങൾക്ക് പ്രശ്നമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് MP പ്രഭാവതി ഒരു കാര്യം, മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ജോലി ഞങ്ങൾക്ക് ചെയ്യാൻ തയ്യാറാണ്. 6,000 കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്താണ്? എല്ലാത്തിനും ഉപാധി തേടുകയാണ്. പിന്നീട് മന്ത്രി ഒന്നും പറഞ്ഞില്ല. മന്ത്രി അതിൽ പിടിച്ചപിടിയാതെ നിൽക്കുകയാണ്. നമ്മൾ കണ്ടുവല്ലോ, സിക്കിം പോലെയുള്ള സ്റ്റേറ്റിലും 10,000 രൂപ അവിടെ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിൽ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് 1/10/2022 അവിടുത്തെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. ആ ഓർഡർ സ്പഷ്ടമാണ്. അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ 6,000 രൂപ എന്ന ഒരു പല്ലവി വെച്ചുകൊണ്ട് ആരോഗ്യമന്ത്രി ഇതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ എന്തും പറഞ്ഞ് ഈ സമരത്തിൻ്റെ ആവശ്യങ്ങളോട് മുഖംതിരിക്കുന്നു എന്നത് ആരോപണത്തിന് വസ്തുത പകരുന്നതല്ലേ ഇത്തരം പ്രതികരണങ്ങൾ? ഞാൻ പറഞ്ഞു വരുന്നതൊന്നും മുഴുവിപ്പിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. കേന്ദ്ര സർക്കാർ ഏൽപ്പിച്ച പണികളൊന്നും ഞങ്ങൾക്ക് കുറഞ്ഞ വേതനത്തിൽ ചെയ്യാം. ആ നിലപാടിനോടാണ് ഞങ്ങൾക്ക് വൈമുഖ്യമുള്ളത്. എന്തുകൊണ്ടാണ് അതിൽ ഞങ്ങൾക്ക് പറ്റില്ല, ഈ കൂലി ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പൾസ് പോളിയോ അടക്കം അശ്വമേധം അടക്കം ചെയ്യാൻ കഴിയുന്നില്ല, എന്തുകൊണ്ടാണ് ഈ സമരാർത്ഥികൾ പറയാത്തത്? അപ്പോൾ ചില കാര്യങ്ങളിൽ മാത്രം സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് ഊന്നിക്കൊണ്ടല്ലേ വരുന്നത്. പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്നെ മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. എന്നാലും എനിക്ക് പറയേണ്ടത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. കേന്ദ്ര സർക്കാർ ഏൽപ്പിക്കുന്ന ജോലി കുറഞ്ഞ വേതനത്തിന് അതിൽ ഞങ്ങൾക്ക് സമ്മതമല്ലെന്ന് പറയണ്ടേ സമരാർത്ഥികൾ? പറയണം. ആ നിലപാടുകൂടെ എതിർക്കണം. പക്ഷേ അത് ഞങ്ങൾക്ക് അനുകൂലമാണ്. അപ്പോൾ ഏതാണ് ഈ നീതി എന്ന് പറയുന്നത്? ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യത്തിലാണ് ഇപ്പോൾ സിക്കിമിൽ 6,000 രൂപ എന്ന് പറയുന്നത്. DHS നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന രേഖകളടക്കം ഞങ്ങളുടെ ഉള്ളതും സിക്കിമിൽ എത്രയും തുകയില്ല, 6,000 ഉള്ളൂ. അവിടുത്തെ ഒഫീഷ്യൽ ഹാൻഡിലെ സിക്കിം ഗവൺമെന്റ് ഇറക്കിയ ഓർഡറാണ് ഈ എൻ്റെ കൈവശമുള്ളത്. സിക്കിമിൻ്റെ ഓർഡർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് നടപടി വേണമെങ്കിലും അവരവർക്ക് ബന്ധപ്പെട്ടവർക്ക് പരിശോധിക്കാവുന്നതാണ്. 1/10/2022 അവിടുത്തെ ആശാ വർക്കർമാർക്ക് 10,000 എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് പറഞ്ഞോളൂ. 10,000 എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻസെൻറ്റീവ് 3,000, അതർ ഇൻസെൻറ്റീവും കൂടി എല്ലാം കൂടി ചേർത്തുള്ള ആകെ തുകയാണോ? അതും കൂടെ നമുക്ക് അറിയേണ്ടതുണ്ട്. അല്ലാതെ ഓണറേറിയം 10,000 കൊടുത്തു എന്ന് പറയുമ്പോൾ, ഓർഡർ വന്നു എന്ന് പറയുമ്പോൾ അത് മാത്രം നമ്മൾ വിശ്വസിക്കുകയല്ല ചെയ്യണ്ടേ. ഇതിന് അപ്പുറത്തേക്ക് കൊടുക്കുന്ന ഫിക്സഡ് 3,000 രൂപ, അതിനപ്പുറത്തേക്ക് വരുന്ന ജനറൽ കാറ്റഗറിയിൽ പെടുന്ന അതർ ഇൻസെൻറ്റീവുകൾ, അതെല്ലാം by order Director
ജനറൽ അതാണ് പറഞ്ഞത്. സെക്ര- അതിനകത്ത് ഇപ്പൊ ഹെൽത്ത് ആന്ധ്ര ആൻഡ് പോലെയുള്ള ഫാമിലി ചില സംസ്ഥാനങ്ങൾ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ടോട്ടലി 10,000 രൂപ പറയുന്നുണ്ട്, ടോട്ടലി 10,000 പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് അതർ ഇൻസെന്റീവുകളില്ല, ഫിക്സ്ഡ് ഇൻസെന്റീവുകളില്ല. അങ്ങനെ ഏതൊരു ഗവൺമെന്റിനും കൊടുക്കാൻ പറ്റും? ഫിക്സ്ഡ് ഇൻസെന്റീവും അതർ ഇൻസെന്റീവും ഇല്ലാതെ ഇപ്പൊ സംസ്ഥാന പക്ഷേ ഗവൺമെന്റ് നമ്മുടെ മന്ത്രി പറഞ്ഞത് അക്കാര്യമൊന്നും അല്ല സഭയിൽ കണ്ടതും കേട്ടത്. ഞാൻ മടങ്ങിയെത്താം. ശ്രീ ഷാഹു പ്രസാദ്, നോക്ക് 2005 UPA സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു മേന്മയുള്ള ഒരു വിപ്ലവകരമായിട്ടുള്ള ഒരു പദ്ധതിക്ക് രൂപം നൽകുന്നത്. അപ്പോൾ നോക്കാം, അന്ന് 2000 കേന്ദ്ര സർക്കാരിൻ്റെ. ഇന്നും ഇപ്പോൾ എന്തെങ്കിലും മാറ്റമുണ്ടോ? അപ്പോൾ എന്തെങ്കിലും ആത്മാർത്ഥത ഈ പറഞ്ഞ ഇവിടെ വന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന സുരേഷ് ഗോപി ആയാലും BJP നേതാക്കൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ഇന്നിപ്പോൾ മന്ത്രി ഉൾപ്പെടെ സഭയിൽ പറയുന്നത് എന്താണ്? കഴിഞ്ഞ ആഴ്ച NHMന്റെ ഒരു യോഗം ചേർന്നിരുന്നു, നല്ല കാര്യമാണ്. അതിൽ ഇവരുടെ മേന്മയെക്കുറിച്ചൊക്കെ വർണ്ണിച്ചു, നല്ല കാര്യമാണ്. പക്ഷേ എന്താണ് ഇവിടെ ചുവടുവയ്പ്? അവർക്ക് ഈ 2000 നിന്ന് കുറച്ചുകൂടി അവർക്ക് നൽകേണ്ടതല്ലേ കേന്ദ്രത്തിൻ്റെ വിഹിതമായി എന്ന നിലയിലേക്ക് എന്തെങ്കിലും ഒരു ചർച്ച നടന്നോ? നടന്നില്ല. ഈ ആശാവർക്കർമാർ ഇവർ വരുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ കീഴിലാണ്. ആരോഗ്യ വകുപ്പ് എന്ന് പറയുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലുള്ളതാണ്. അതായത് കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് ഒരേ സംയുക്തമായി വരുന്ന ആ ഒരു വിഭാഗത്തിൽ വരുന്നതാണ് ആരോഗ്യവകുപ്പ്. ഈ ആശാവർക്കർമാരുടെ സേവനത്തിൻ്റെ, അതായത് അതിൻ്റെ 60% ഇവിടെ കേന്ദ്രവും 40% കേരളവും കൊടുക്കണം. അങ്ങനെയാണ് അതോ തിരിച്ചാണോ? എനിക്ക് അതൊന്ന് കൺഫേം ചെയ്യണം. ഇനി എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ ഇടതുമുന്നണി വാഗ്ദാനം ചെയ്ത, അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത ഒരു 21,000 രൂപയുണ്ടല്ലോ, അതിവർ കൊടുക്കൂ. എന്നിട്ട് അതിൻ്റെ കേന്ദ്രവിഹിതം ചോദിച്ചു വാങ്ങൂ. അതിൻ്റെ കേന്ദ്രവിഹിതം അതിന് പറ്റുമോ ഇവർക്ക്? ഇവർ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. ഇവർ അവരുടെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പാക്കിയാൽ മതി. അതിൻ്റെ കേന്ദ്രവിഹിതം ചോദിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പറയൂ, എല്ലാവർക്കും കൂടെ ചോദിക്കാം, അല്ലെങ്കിൽ കേന്ദ്രത്തിനോട് നമുക്ക് പ്രതിഷേധിക്കാം. അതിവർ ചെയ്തിട്ടുണ്ടോ? ഇനി അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി അതായത് ഇവർ വാഗ്ദാനം ചെയ്തിട്ട് ഇപ്പോൾ 4 വർഷം കഴിഞ്ഞു. ഇവർ കുറഞ്ഞ പക്ഷം ഇവർ വാഗ്ദാനം ചെയ്ത കാര്യങ്ങളെങ്കിലും കൊടുക്കൂ. അതല്ലേ വേണ്ടത്? ആരോഗ്യ മേഖല എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാനവും ഒരുപോലെ പങ്കാളിത്തമുള്ള മേഖലയാണല്ലോ. അപ്പോൾ കേരള സർക്കാർ അവരുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫില്ല് ചെയ്യൂ, അവരുടെ ഉത്തരവാദിത്വം കാണിക്കൂ. കേന്ദ്ര സർക്കാരിന്റെ ബാധ്യതയില്ലേ? കേന്ദ്ര സർക്കാർ നോക്കി ഇത്രയും കാലഹരണപ്പെട്ട ഇത്രയും വർഷത്തെ ആ തുക അതൊന്ന് ഇത്രയും ആയല്ലോ, രണ്ട് പതിറ്റാണ്ട് പിന്നിടുന്ന ഒരു ഘട്ടമായാലും അതൊന്ന് പുതുക്കി നൽകണം. അവരുടെ വേതനം അല്ല ഇൻസെന്റീവ് എന്ന നിലയിൽ ഇത്രയും സമരങ്ങൾ പല സ്റ്റേറ്റുകളിലും സമരം നടക്കുമ്പോൾ അതൊരു ന്യായമായി തോന്നാത്ത എന്തേ? അല്ല, അത് ഒരു കാര്യമുണ്ട് പ്രതീക്ഷ, ഞാൻ പറഞ്ഞില്ല, ഇത് പൂർണ്ണമായും സെൻട്രൽ ലിസ്റ്റിൽ വരുന്ന ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റിന് തീരുമാനമെടുക്കാം. കേന്ദ്ര ഗവൺമെന്റ് മാത്രമായി പദ്ധതി ആവിഷ്കരിച്ചെടുത്ത് നിൽക്കുകയാണ് സാർ. പദ്ധതി ആവിഷ്കരിച്ചെടുത്ത് നിൽക്കുകയാണ്. 2 പതിറ്റാണ്ടായില്ലേ? അതെ, 2 പതിറ്റാണ്ടായില്ല. അപ്പൊ ആ വിഹിതത്തിൽ കൂട്ടാൻ ഇത്രയും വർഷമായി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അതിന്റെ ഇരട്ടിയോളം 10ഉം 12ഉം ഇരട്ടി വർദ്ധിപ്പിച്ചിട്ടില്ലേ? ഇവിടെ അവർക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഭ്രഷ്ട് കൽപ്പിക്കുന്നത്? പ്രജീഷേ ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിൻ്റെ അകത്ത് നിർണായകമായ ഒരു തീരുമാനമെടുക്കേണ്ടത് കേരള സർക്കാർ, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ആ തീരുമാനമെടുത്ത് ഇവർക്ക് 21,000 രൂപ എന്നുള്ള ആ തീരുമാനം ഇവർ വാഗ്ദാനം ചെയ്ത്, പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഇവർ ഈ വാഗ്ദാനം ചെയ്തത്? അങ്ങനെ അവർ നൽകിയ വാഗ്ദാനം, അവർ കൊടുത്ത വാഗ്ദാനം കേരള സർക്കാരിനെതിരെ ക്രൂരമായ ആരോപണങ്ങളും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ട്. എല്ലാവരും ഉന്നയിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, അവർ പൊളിറ്റിക്കലി അവർ പ്രഖ്യാപിച്ചതായിരിക്കാം. അവരുടെ പ്രകടന പത്രികയിൽ അവർ 21,000 എന്നത് ദിവസവേതനം ഡെയിലി 700 വെച്ച് അവർ പ്രഖ്യാപിച്ച് കാണും. ഞാൻ അതല്ല പറയുന്നത്. അത് നമുക്കൊരു കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ? ഇവിടെ വന്ന സുരേഷ് ഗോപി എല്ലാവരും വരുന്നു, MP-മാർ 2 കേന്ദ്രമന്ത്രിമാരെ സമ്മാനിച്ച സംസ്ഥാനമാണ്. ഇവിടെ തീക്ഷ്ണമായ സമരം നടത്തുന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും സമരമുണ്ട്. അപ്പോൾ കേരളത്തിന് മാത്രമല്ല ഇതിന്റെ ഗുണഭോക്താക്കൾ, കേരളം മാത്രമല്ല. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ റോള് 20 വർഷമായി. അതിൽ നമുക്കൊരു ചിന്തിക്കുമ്പോൾ ഒരു എന്താ പറയുക, അത്ഭുതം തോന്നില്ല, അമ്പരപ്പ് അങ്ങേക്ക് തോന്നുന്നില്ലേ? ഇല്ല, ഞാൻ ഇതാണ് പറഞ്ഞത്. അതായത് ഇവിടെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റെയിൽവേയുടെ ഒരു കാര്യത്തിലാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമാണ് അവിടെ ഉത്തരവാദിത്തമുള്ളത്. കേന്ദ്ര ഗവൺമെൻറ് മാത്രമേ അവിടെ തീരുമാനമെടുക്കാം.
എന്നാൽ ഈ ഒരു ആരോഗ്യ മേഖലയുടെ കാര്യത്തിൽ, ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമായി എടുക്കാൻ കഴിയില്ല. അത് ഈ രാജ്യത്തെ ലോ ഓഫ് ലാൻഡാണത്. ഇവിടെ കേരള സർക്കാർ ആ തീരുമാനമെടുക്കൂ. ഏറ്റവും മിനിമം ആ തീരുമാനമെടുത്തിട്ട് കേന്ദ്രത്തിനെ അറിയിക്കൂ. തീർച്ചയായിട്ടും അവരത് ചെയ്തില്ല എങ്കിൽ അവർക്ക് ചെയ്തേ മതിയാവുള്ളൂ. ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രതിഷേധമോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാം. അല്ലാതെ ഇതിനെ നമ്മൾ പൊളിറ്റിക്കലായിട്ടല്ല കണ്ടത്. ശരി, ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ ഗംഭീരമാണ്. ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണാൻ ഗംഭീരമാണ്. പക്ഷേ അത് അനുഭവിക്കുന്നവർക്ക് മാത്രം 232 രൂപ എങ്ങനെ ഒരു കുടുംബം കഴിയുമെന്ന് അല്ല ഒരു 232 രൂപ ഒരു കുടുംബത്തിന് എങ്ങനെ കഴിയും സാർ? എങ്ങനെ കഴിയും? കണ്ണീർ ഒരുപാട് പേര് അവിടെ വന്നിരിക്കുന്ന ക്യാൻസർ രോഗികളൊക്കെ ഒരുപാട് പേര് അങ്ങേറ്റത്തെ പാവപ്പെട്ടവരാണ് സാർ. അപ്പോൾ ഇരുന്ന് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിളിച്ച് അവിടെ നിന്നും ഡൽഹിയിൽ നിന്ന് പല്ലിളിക്കുന്നു, തിരുവനന്തപുരത്തിരുന്ന് സെക്രട്ടറിയുടെ മുന്നിൽ നിന്ന് അങ്ങോട്ട് പല്ലിളിക്കുന്നു. കഷ്ടമാണ് സാർ. ചർച്ചയിലേക്ക് തിരികെ ശ്രീമതി എം എ ബിന്ദു, 30 ദിവസം പിന്നിട്ട് അടുത്ത മാസത്തിലേക്ക് കടക്കുകയാണ് നിങ്ങളുടെ സമരം. അപ്പോൾ ഇനി എങ്ങനെ അവിടെ നിങ്ങളിങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കും? വല്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു പിടിയുണ്ടോ? ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? ഏതെങ്കിലും രീതിയിൽ നിങ്ങളോട് ഒരു അനുഭാവപൂർണ്ണമായ ഒരു ചർച്ചയ്ക്കോ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? അതല്ല ഇതങ്ങ് പോന്നെങ്കിൽ ഓരോരുത്തരും കൊഴിഞ്ഞു പോയി സമരം അങ്ങ് കെട്ടടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ചില ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? അത് പറയുന്നതിന് മുമ്പ് ഞാൻ വേറെ 1-2 കാര്യങ്ങൾക്കൊരു വ്യക്തത വരുത്തിയിട്ട് പറയാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. CITUവിൻ്റെ നേതാവ് ശ്രീമതി പ്രഭാവതി പറഞ്ഞത് ഇത് SUCIയുടെ സംഘടന, ആശാ ഫൈറ്റേഴ്സ് ഇതൊന്നുമല്ല. മിനിമം ഈ സംഘടന ഏതാണെന്നെങ്കിലും നമ്മുടെ മനസ്സിലാക്കിയിട്ട് വരപ്പോൾ ആളുകൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തകരും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ഒക്കെയാണല്ലോ. ഈ നമ്മുടെ സംഘടനയുടെ പേര് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്നാണ് സംഘടനയുടെ പേര്. ഇതിനകത്ത് നമ്മൾ ഇന്ന് വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലെ ആളുകളല്ല, നമ്മൾ ഒരു ട്രേഡ് യൂണിയനിൽ അഫിലിയേറ്റ് ചെയ്തിട്ടില്ല ഉള്ള സംഘടനയല്ല. ഇവരുടെ കുറച്ച് വാട്സാപ്പ് വോയിസ് മെസ്സേജുകൾ ഞാൻ ഈ അടുത്ത സമയത്ത് കേട്ടു. ഇവിടെ പ്രാദേശിക നേതാക്കന്മാരൊക്കെ ഇടുന്നതാണ്. എന്താണ് ഈ സംഘടനയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ലാത്ത സംഘടനയാണ് എന്നൊക്കെ എന്തെല്ലാമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ ഒരു സംഘടനയുടെ ഉത്തരവാദിത്തത്തിൽ ഇരിക്കുന്ന ഒരാൾ കൃത്യമായ സംഘടനയെ മനസ്സിലാക്കണം. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട് ഞങ്ങളുടെ സംഘടനയിൽ. രാഷ്ട്രീയം സംഘടനയ്ക്കില്ല എന്ന് പറയുമ്പോൾ വ്യക്തികൾക്കില്ല എന്നല്ല അത് പറയുന്നത്. വ്യക്തികൾക്ക് രാഷ്ട്രീയമുണ്ട്. ഇവിടെ ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് വരെ രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നത്. സമരത്തിന്റെ വീര്യം ചോർന്നു പോകുന്നുണ്ടോ? ആള് കൊഴിയുന്നുണ്ടോ നിങ്ങളുടെ ഇടയിൽ? അല്ല, ഞാൻ ഇത് പറഞ്ഞിട്ട് വരാം. പിന്നെ റെജി ലൂക്കോസ് പറയുന്നത് 7000 രൂപ കൊടുക്കുന്നത്. 7000 രൂപ ഒരു കനപ്പെടുത്തി പറയുന്ന 70,000 രൂപ കൊടുക്കുന്നതെന്ന് പറയുന്നോണക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് എത്ര ദിവസമായി നിങ്ങൾ ഈ പറഞ്ഞ തേഞ്ഞ് തീർന്നില്ല ഇത്. പിന്നെ ഞങ്ങളുടെ സമരത്തെ സംബന്ധിച്ച് സമരം ഞങ്ങൾ ഉയർത്തിയ ഡിമാൻഡ് നേടിയെടുത്തല്ലാതെ ഇവിടെ നിന്ന് ഞങ്ങൾ പിൻവാങ്ങില്ല. അത് ഞങ്ങൾ നേടിയെടുക്കും. അതിന് വേണ്ടിയിട്ട് എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും, എത്ര പരിഹാസം കേൾക്കേണ്ടി വന്നാലും, എത്ര ഭീഷണി ഉണ്ടായാലും, ശാരീരികമായ അതിക്രമത്തിനാണ് ഇനി വരുന്നതെങ്കിൽ അതും നേരിട്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കും. ഈ സമരത്തിലാണ് ആളുകൾ കുറയുന്നില്ല. ഇവർ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളുണ്ടല്ലോ, പരിപാടിക്ക് വരുന്നവരെ വഴിയിൽ തടയുന്നതും പരിപാടിക്ക് പോയാൽ ഞാനതാണ് എം എ ബിന്ദു ചോദിച്ചത്. നോക്കൂ, ഈ മഴയത്ത്, കൊടും മഴയത്ത്, പെരുമഴയത്ത് നമുക്ക് പോലും അങ്ങോട്ട് ഇറങ്ങാൻ കഴിയുന്നില്ല. പെരുമഴയെന്ന് പറയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. ആ മഴയത്ത് ടാർപോളിനും ചൂടി കിടക്കുന്ന നിങ്ങളെ കണ്ടു. കൊടും ചൂട് സമയത്ത് ഞാനൊക്കെ ആണെങ്കിൽ നമ്മൾ വഴിയിൽ കൂടെ നമ്മൾ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യാൻ പോലും പുറത്ത് പറ്റില്ല. നമ്മൾ കുറച്ച് സമയം പോലും നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തവണ്ണം ചൂട് സംസ്ഥാനത്ത് കൂടുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ചൂടിൻ്റെ തീക്ഷ്ണത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ അനുഭവിക്കുന്ന ആ ബുദ്ധിമുട്ട്, വേദന, യാതന, പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ബാഹ്യമായ ഇടപെടൽ, അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള വീര്യം നിങ്ങൾക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ 30 ദിവസം ഞങ്ങൾ 3 ദിവസം പോലെ കടന്നു പോയിരിക്കുകയാണ്. ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരുമയും ഐക്യവും ഞങ്ങളുടെ ആശാപ്രവർത്തകർ, ആശാ സഹോദരിമാർ ചാനലുകളിൽ പോയിരുന്ന് ഇത്ര ദൃഢതയോടെ, വ്യക്തതയോടെ കാര്യം പറഞ്ഞ് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആർജിച്ചിരിക്കുന്ന ശേഷി, ഇതെല്ലാം ഈ സമരഭൂമിയിൽ നിന്ന് ഞങ്ങൾ നേടിയെടുത്തതാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഇപ്പം ആള് കുറയുന്നു. ആരും തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും ബിന്ദു? കാരണം 5 മിനിറ്റ് കൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സമരം തീർക്കാമെന്ന് മുതിർന്ന CPI നേതാവ് സി ദിവാകരൻ കഴിഞ്ഞ ആ സമര സമയത്ത് പറഞ്ഞിരുന്നു.
അപ്പോൾ ഇതൊക്കെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് മാധ്യമ ശ്രദ്ധ കിട്ടുകയാണെങ്കിൽ അത് അങ്ങനെ കിട്ടിയെങ്കിൽ ഞങ്ങൾ ഇനി അങ്ങനെ കൊടുക്കുന്നില്ല അവർക്ക് എന്ന നിലയിൽ ഒരു ഹുങ്ക് എന്ന നിലയിൽ ഭരണകർത്താക്കൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇല്ല, അങ്ങനെ ഹുങ്കെടുക്കാൻ പറ്റത്തില്ലല്ലോ ഭരണകർത്താക്കളെ. ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയോ യൂണിയനോ കൊടുക്കുന്ന നികുതി പണത്തിലല്ലല്ലോ സർക്കാർ പ്രവർത്തിക്കുന്നത്. സർക്കാർ പൊതുജനങ്ങൾ, ഞങ്ങൾ ഉൾപ്പെടെ പൊതുജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ്. നമ്മളോട് ബാധ്യതപ്പെട്ട സർക്കാരാണ്. ഇത് ആശാവർക്കർമാർ തുടങ്ങി വെച്ച സമരം ഇന്ന് ആശാവർക്കർമാരുടെ മാത്രം സമരമല്ല. ഈ പൊതുസമൂഹത്തിൻ്റെ മനസാക്ഷി ഇന്ന് ഈ സമരത്തോടൊപ്പമാണ്. ഈ പൊതുസമൂഹം ഇന്ന് ഈ സമരത്തോടൊപ്പമാണ്. ഇവിടെ ഓരോ ദിവസവും എത്ര നൂറുകണക്കിന് ഇടതുപക്ഷ വിശ്വാസികളാണ് വന്ന് ഞങ്ങളോട് പറയുന്നത്, നിങ്ങൾ ഒരു തരത്തിലും പിന്തിരിഞ്ഞു പോകരുത്, ഞങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ഈ സമരം വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമര പന്തലിൽ വരുന്നത് CPM-ന്റെ പ്രവർത്തകരും യൂണിയനിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഇടതുപക്ഷ വിശ്വാസികളുമാണ്. അപ്പോൾ ഈ പൊതുസമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ട്. ഈ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ മുന്നോട്ട് പോകാൻ അടിയുറച്ച് നിൽക്കാൻ ഞങ്ങളെ പ്രാപ്തമാക്കുന്നത് ഈ പൊതുസമൂഹത്തിന്റെ പിന്തുണയാണ്. ഞങ്ങൾ അവരുടെ കരുത്ത്. ഇവരൊക്കെ കീടങ്ങളാണ്. ഇവരെ പാട്ട എടുത്ത് പാട്ട കുലുക്കി ഈ എന്താ പറയുക അവരുടെ സംഭാവനകൾ പിരിക്കുന്ന ആളാണ്. അങ്ങനെയൊക്കെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവരാണ്. അപ്പോൾ സമരമൊക്കെ ഒരു വെറുപ്പായി തുടങ്ങിയത് CPM-നെ സംബന്ധിച്ചോളം എത്ര കാലമായി? കാരണം ഈ പാട്ട എടുത്ത്, അന്ന് പാട്ടയല്ലായിരുന്നു, ബക്കറ്റായിരുന്നു. ബക്കറ്റൊക്കെ ഞങ്ങളും CPM-ന്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയും SFI എന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ തന്നെ ബക്കറ്റ് പിരിവ് നമ്മളൊക്കെ നടത്തിയിട്ടുള്ള അംഗം നടത്തിയിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഫ്രഷ്ടായി ഒരു കാലത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ പരിവർത്തനം ചെയ്യപ്പെട്ടു? ഇവരൊക്കെ ഈ സമരത്തിൽ ഇറങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ഒരുപാട് പേർ പിന്തുണയുമായി എത്തുമായിരിക്കാം. എത്തിയില്ലെങ്കിൽ അവരൊന്നും എന്തോ മനുഷ്യജീവികളല്ല. ഇങ്ങനെ തെരുവിൽ കിടന്ന് സമരം ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അതുവഴി പോകുന്ന ആളുകളൊക്കെ തന്നെ ആ വഴിയിൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇറങ്ങുക സ്വാഭാവികമാണ്. അപ്പോൾ ഈ SUC എന്ന് പറയുന്നത് ഒരു തരത്തിലും ഒരു മാവോയിസ്റ്റ് സംഘടനയുമല്ല. അപ്പോൾ ഈ സമരത്തെ അങ്ങേയറ്റം രീതിയിൽ ഭ്രഷ്ട് കൽപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്പം കരുണ കാട്ടിക്കൂടെ ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് വേണ്ടി ഇത്രയധികം സമരങ്ങൾ നടത്തി അവർക്കൊരു സുസ്ഥിരമായ ജീവിതം നയിക്കുന്നതിന് മുന്നോട്ട് വന്ന് പ്രവർത്തിച്ച ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. അതിപ്പോ നിങ്ങൾ ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ഇപ്പൊ ഈ സഹോദരിക്ക് പോലും ബോധ്യമുള്ള കാര്യങ്ങളാണ്. ഈ സമരത്തിന് SUC നയിക്കുന്ന ഈ സമരത്തിന് പിന്തുണയായിട്ട് വന്ന കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിൽ ഇവർ കൊടുക്കുന്ന ഓണററി എത്ര ഹിമാചൽ പ്രദേശ് സർക്കാർ മാത്രമല്ല എന്ന് അവർ പറഞ്ഞുവല്ലോ, അതിലൊരു ഭാഗമാണ് KHWA. അതെ, ഞാനീ പറഞ്ഞ വൈരുദ്ധ്യങ്ങളുടെ ഒരു ആകത്തുകയാണ് ഞാൻ പറഞ്ഞത്. ഹിമാചൽ പ്രദേശ് കൊടുക്കുന്ന എമൗണ്ട് എത്രയാണെന്ന് ചോദിച്ചു നോക്കുക. അവിടെ സമരം നടന്നുകൊണ്ടിരിക്കുക. 27,000 രൂപ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 9 വർഷമായിട്ട് കേന്ദ്ര സർക്കാരിനെ സമരം നടത്താറാ ഈ പറഞ്ഞ CIT എന്ന് പറയുന്ന സംഘടന. കേരളത്തിലെ മാതൃക നേരത്തെ ഇവിടെ ഒരു ദുർവ്യാഖ്യാനം നടത്തി പ്രതീക്ഷ. എന്താണെന്നറിയോ? അതായത് സിക്കിം സർക്കാർ കൊടുക്കുന്ന 10,000 രൂപ എന്ന്. സിക്കിം സർക്കാരുമായിട്ട് സംസ്ഥാന സർക്കാർ നേരിട്ട് ബന്ധപ്പെട്ട് അവർ അയച്ചിരിക്കുന്ന ഡോക്യുമെന്റ്സ് 6,000 രൂപയാണെന്നുള്ള ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് നിയമസഭയിൽ ഔദ്യോഗികമായിട്ട് അവതരിപ്പിച്ചു. ആരും നിഷേധിച്ചില്ല, ഇപ്പോഴും ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ ഏതോ വെബ്സൈറ്റ് ഡേറ്റാസ് ആണ് സാർ. ഞാൻ ഈ പറഞ്ഞത് അവിടുത്തെ ഡേറ്റാസും ഒഫീഷ്യൽ ഫോറങ്ങൾ വരുന്ന അവിടെ നിന്ന് അതിനുള്ള അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതിന്മേൽ മന്ത്രിയുടെ മറുപടിയൊക്കെ തന്നെ ഉടനെ ഉണ്ടാകും. അപ്പോൾ അതുവരെ ഈ പറയുന്ന ഓർഡർ, അവിടുത്തെ ഓർഡർ, സിക്കിം സർക്കാരിൻ്റെ ഓർഡറിൽ പറയുന്നതാണ് ഓണറേറിയം എന്ന ഓർഡറാണ്. അതിൽ 1/10/2022 ആ ഓർഡർ വെച്ചാണ് ഞാൻ പറഞ്ഞത്. അത് ഇൻസെന്റീവോടെ കൂട്ടിയാണ് പ്രതീക്ഷ. ഞാനത് വായിച്ചിട്ടുള്ള കാരണം കഴിഞ്ഞ ചർച്ചയ്ക്ക് മുമ്പായിട്ട് അത് വായിച്ചു. ആ സൈറ്റിൽ കയറി കാണാം. അതൊക്കെ പിന്നെ സിക്കിം സർക്കാർ ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുന്നത് 6,000 രൂപ അവരുടെ കൈകളിലേക്ക് കിട്ടുമ്പോൾ അപ്പോൾ നമുക്ക് തിരിച്ച് നമ്മൾ മേന്മയൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഇവർക്ക് ഈ പറയുന്ന രീതിയിൽ 4 ദിവസമൊക്കെ തന്നെ അവർ ഈ പറഞ്ഞുവല്ലോ, ഈ പൾസ് പോളിയോ ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ അവർക്ക് കിട്ടുന്ന വളരെ വണ്ടിക്കൂലി തിരിച്ച് വന്നു പോയി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ തിരിച്ച് നമുക്കൊരു മേന്മ അടങ്ങിയ ഒരു ഫോറം തിരിച്ച് കാണിക്കാൻ ഒരു ഫോർമാറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? അല്ല, അവരാ പറയുന്നതോട് ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എന്തിനാ വെറുതെ ആ കാര്യത്തിൽ ഇടതുപക്ഷത്തിനെ വിമർശിക്കുന്നത്? അവർക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരു ഒറ്റ ഇന്നിപ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രി ഒരു കാര്യം ഇട്ടുകൊടുത്തു. എന്താണ്? അധിക തുക ഞങ്ങൾ കൊടുത്തു. ഇനി അതിന്മേൽ കടിച്ചു പിടിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ ചർച്ച. ഇങ്ങനെ പോകും. അപ്പോൾ ഇവരുടെ സമരം 30 എന്നുള്ളത് 60 ആയാലും അത്ഭുതപ്പെടാനേ ഇല്ല. റിസൾട്ട് ഈ പാവങ്ങൾക്കുണ്ടാകുന്നില്ല, തട്ടിക്കളിക്കുന്നു. അല്ല, അതിനൊരു കൃത്യ മറുപടി ഉണ്ട്. ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി 2 തവണ സുരേഷ് ഗോപി ആ പന്തൽ സന്ദർശിച്ചു. അവിടെ അദ്ദേഹം പറഞ്ഞ എന്താ? കേന്ദ്ര സർക്കാർ കിട്ടാനുള്ള പൈസ ഞാൻ പിന്നെ കൺസേൺഡ് ആയിട്ടുള്ള
കേന്ദ്രമന്ത്രി അറിയിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ പക്ഷെ നിങ്ങൾ പിന്നെ എന്തിനാണ് ഈ 700 എന്ന് പറയുന്ന ഒരു ഈ നമ്മൾ പറയില്ലേ ഗീർവാണം മുഴക്കുക എന്നൊക്കെ പറയത്തില്ലേ, 700 എന്നുള്ള ദിവസവേതന പ്രതിദിനം 700 എന്തിനാ പിന്നെ പറഞ്ഞത്? ഇതൊന്നും നടക്കത്തില്ലെങ്കിലും പറയരുതല്ലോ. അല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താ കേൾക്കാൻ പ്രതീക്ഷ പഠിക്കുന്നത്? ഇതൊരു വസ്തുതയല്ല, ഇത് റെക്കോർഡിംഗ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പൊ അത് അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ് അദ്ദേഹം കേന്ദ്രമന്ത്രി കാണുകയും ചെയ്തു. ഒരു പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല. ഇതെല്ലാം നമ്മുടെ മുമ്പിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ളപ്പോഴാണ് നിങ്ങൾ ഈ വിമർശനങ്ങളായിട്ട് വരുന്നത്. ഈ സഹോദരിമാർ ചെയ്യേണ്ടത് എന്താ? ഈ സമരം നേരെ കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനത്തിന് മുമ്പിലേക്ക് മാറ്റണം. കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കാത്തത്? 10 ലക്ഷം ആശാവർക്കർമാരുണ്ട്. 2005 കൊണ്ടുവന്ന നിയമം ഈ കഴിഞ്ഞ 11 വർഷത്തിനിടയ്ക്ക് പലതവണ പാർലമെന്റിൽ അവതരിപ്പിച്ചു. CPM-ന്റെ ഔദ്യോഗികമായിട്ടുള്ള രീതിയിലുള്ള പ്രമേയങ്ങൾ അവതരിപ്പിച്ചു മെമ്പേഴ്സ്. എന്തുകൊണ്ട് ഇവരെ തൊഴിലാളികളായിട്ട് അംഗീകരിക്കുന്നില്ല? 2.5 കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാരോടൊപ്പം എന്തുകൊണ്ട് ഇവരെ പരിഗണിക്കുന്നില്ല? ഇവരെ പരിഗണിച്ചാൽ ഇവർക്കതിന് കാരണം എന്തുകൊണ്ടാ? ഇവരോടുള്ള അവഗണന കൊണ്ട് മാത്രം എന്തുകൊണ്ട് ഇവരെ തിരിച്ചറിയുന്നില്ല? ഇവരെ തൊഴിലാളികളെ അംഗീകരിക്കണ്ടേ? അപ്പോൾ അവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കും. അതെന്തുകൊണ്ട് നിങ്ങൾ ചർച്ച ചെയ്യുന്നില്ല? അതിൽ അവർ ജോലി ചെയ്യുന്നവരല്ലേ, പാവങ്ങളല്ലേ അവര്. അപ്പൊ ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോൾ തൊഴിലാളി വിരുദ്ധനാണ് CITU എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്തെ ഒരിക്കലും പൊരുത്തപ്പെടാത്ത വ്യാഖ്യാനങ്ങളെ എങ്ങനെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും പ്രതീക്ഷ? ഇവർ ഈ പറയുന്ന പോലെ ഈ കേരളത്തിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ, രാജ്യത്തിന്റെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. എല്ലാ സമരങ്ങളുടെ മുമ്പിൽ കർഷക സമരം പിൻവലിക്കേണ്ട ഗതികേട് വന്ന ഈ കേന്ദ്രത്തിന്റെ പ്രധാനമന്ത്രി മാപ്പ് പറഞ്ഞത് ആരുടെ ബലത്തിലാ? CITU CPM-ന്റെ നേതൃത്വത്തിലുള്ള കർഷക സമരത്തിലൂടെയാ. ഇവരെ മുട്ടുകുത്തിച്ചിട്ടുണ്ട് ഇടതുപക്ഷേ ഉള്ളൂ. അത് ഇവരുടെ മുമ്പിൽ ഇവര് കൈകോർക്കേണ്ടത് CPM-നോട് CITU-നോടൊപ്പം. അവരിപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് 6 സംസ്ഥാനങ്ങളിൽ CITU. എന്തായാലും നമുക്കിത് എവിടെ വരെ പോകുമെന്ന് അറിയാൻ കഴിയില്ല. ഇവർ ഈ നടത്തുന്ന സമരത്തിന് എന്തെങ്കിലും അവർക്ക് അനുഭാവപൂർവമായ രീതിയിൽ റിസൾട്ട് ഉണ്ടാകുമോ? എന്ത് ബാലൻസ് ഷീറ്റുമായിട്ടായിരിക്കാം ഈ അമ്മ, സഹോദരി, പെങ്ങന്മാർ ഈ സെക്രട്ടേറിയറ്റിൽ പടിക്കൽ നിന്ന് പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ഷാഹു പ്രസാദ്, അങ്ങനെ അല്പം രാഷ്ട്രീയം മാറ്റിവെച്ച് ഇതിനെ ക്രിയാത്മകമായി സമീപിച്ചാൽ എന്താണ് ചെയ്യാൻ കഴിയുക?